ഹലോ. അപ്പോൾ ഷൊർണൂർ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്, നേരെ കരൂരാണ്. അപ്പം പിന്നെയും നമ്മൾ തേർഡ് സെമ്മിൻ്റെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് കരൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. കരൂർ വന്നു, ഞങ്ങളിതാ ചായയൊക്കെ കുടിച്ചു. ഇവിടുത്തെ ചായ എന്തായാലും അടിപൊളിയാണ്. ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ എക്സാമിന് വേണ്ടി പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ ഞങ്ങൾ ഇതേപോലെ ഇടയ്ക്ക് വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നൈറ്റ് ഇതേപോലെ നമുക്ക് ചുമ്മാ ഇങ്ങനെ ചില്ലായിട്ട് നടക്കാൻ പറ്റിയൊരു പ്ലേസാണ് കേട്ടോ. നമുക്കിങ്ങനെ വെറുതെ ഇങ്ങനെ ഇറങ്ങി നടക്കാം. കാരണം കരൂർ കോളേജ് എന്ന് പറഞ്ഞാൽ തന്നെ അത്രത്തോളം ഉണ്ട് നമുക്ക് ചുറ്റും നടന്ന് കാണാനും, അതേപോലെ നമ്മുടെ ലൈഫ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും, നമുക്ക് കുറേ തമാശകൾ പറഞ്ഞിരിക്കാനും, അങ്ങനെ ഒരുപാട് സ്ഥലമുണ്ട് കരൂരിൽ. അപ്പോൾ അവിടെ എക്സാമിന് വരുന്ന കുട്ടികൾക്ക് എക്സാമിൻ്റെ ഒരു ഫീല് മാത്രമല്ല, നല്ല അടിപൊളിയായിട്ട് അവർക്കൊന്ന് ചില്ല് ചെയ്യാനും കൂടെ ഉള്ളൊരു ഇതായിരുന്നു. പിന്നെ നമുക്കവിടുന്ന് പറ്റാത്ത അവിടുത്തെ ഫുഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം നമ്മളൊന്നും അത് കേരളീയ ഫുഡ് കഴിച്ചിട്ട് ഇവിടെ വരുമ്പോൾ നമുക്കൊന്ന് അവരുടെ ഫുഡുമായിട്ടൊന്ന് അഡ്ജസ്റ്റഡ് ആവാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷെ എന്നാൽ പോലും കോളേജ് അടിപൊളിയായിരുന്നു. കോളേജിൻ്റെ ഓരോ പോർഷൻസും ഇതേപോലെ ഇപ്പോഴും അടച്ചു കിടക്കുകയാണ് ഓരോ പോർഷൻസും. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ കണ്ടു ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇഷ്ടംപോലെ മയിലുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ക്യാമ്പസിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ തന്നെ ഒരു ഗ്രൗണ്ടിൻ്റെ വ്യൂ ഒക്കെയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇഷ്ടംപോലെ മയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ ഫോട്ടോ എടുക്കാൻ വേണ്ടി തന്നെ ഇഷ്ടംപോലെ പ്ലേസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 3 ദിവസം എക്സാം കഴിഞ്ഞപ്പോൾ നമ്മൾ ഫ്രീ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ കരൂർ കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് 2022 വരെ ഇത് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇത് പൂട്ടിയത്. കാരണം നമുക്കിവിടെ കുട്ടികളുടെ ഡോക്യുമെൻറ്റ്സും അവരുടെ ഹോസ്റ്റലിലെ കുറേ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കണ്ടു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ 2022 വരെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷമാണ് ഇത് പൂട്ടിയത്. പക്ഷേ നല്ല അടിപൊളി കോളേജാണ്. ഇവിടെ പഠിച്ചപ്പോൾ തന്നെ എന്തായാലും നല്ല രീതിയിൽ അവർ എൻജോയ് ചെയ്തിട്ടുണ്ടാവണം. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോളേജാണ്. പക്ഷെ നമ്മളിവിടെ നിന്ന് നമുക്ക് ഈ കോളേജിനോട് ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും കേട്ടോ. കാരണം അന്ന് നൈറ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്തു, സ്റ്റുഡൻസ് ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് തന്നു. കാരണം തേർഡ് ഇയർ സ്റ്റുഡൻസ് ആയിരുന്നു. അവരുടെ ലാസ്റ്റ് എക്സാം എന്തോ ആയിരുന്നു. അപ്പോൾ അവർ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ചില്ലായിട്ടാണ് അവർ പോയത്. പിറ്റേ ദിവസം അതേപോലെ നമ്മളിവിടുന്ന് എക്സാം ഒന്നുമില്ലല്ലോ. അപ്പോൾ ബോർഡടിച്ച സമയത്ത് നമ്മൾ കുറച്ച് അവർക്കൊന്ന് കുക്ക് ചെയ്യാനൊക്കെ സഹായിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളൊക്കെ ഒന്ന് ഹെൽപ്പൊക്കെ ചെയ്തു. പിന്നെ അവിടുത്തെ അക്കന്മാരൊക്കെ ആയാലും നമ്മളോട് ഭയങ്കര കമ്പനിയായിരുന്നു കേട്ടോ. അവർക്ക് മലയാളം പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർ നമ്മൾ ഓരോ കാര്യങ്ങളും അവർ മലയാളത്തിൽ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ തമിഴ് നമുക്ക് വല്ലാണ്ട് അറിയില്ലെങ്കിൽ പോലും ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് അവരോട് സംസാരിക്കുമായിരുന്നു. പക്ഷെ അവരും ഞങ്ങളോട് നല്ല ബോണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മുടെ സ്വന്തം മക്കളെ പോലെ നോക്കാനൊക്കെ പറയില്ലേ, അതേപോലെ തന്നെയായിരുന്നു. നമുക്ക് ഡെയിലി രാവിലെ ഉച്ചയ്ക്ക് നൈറ്റൊക്കെ നമുക്ക് കറക്റ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നിട്ട് അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ അതേപോലെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നമ്മൾ നോക്കിയിരിക്കും. നമ്മൾ വന്ന് കഴിച്ചതിന് ശേഷമാണ് അവർ കഴിക്കുക. പിന്നെ അവിടുത്തെ ആൾക്കാർക്ക് നല്ല സ്നേഹമാണ് കേട്ടോ, നല്ല ആൾക്കാരൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഇത്രയും ദിവസം വെച്ച് ഞങ്ങളിവിടെ വന്നിട്ടിപ്പോൾ ഏതാ 9-10 ദിവസം ആവുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ഇവിടുത്തെ ഫുഡുമായിട്ട് അഡ്ജസ്റ്റഡായി, ഇവിടുത്തെ കാലാവസ്ഥയായിട്ടും അതേപോലത്തെ ഇവിടുത്തെ ഓരോരോ ഫെസിലിറ്റീസായിട്ട് നമ്മൾ അഡ്ജസ്റ്റഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പോകാൻ നേരത്താണ് നമുക്കൊരു സങ്കടം. നാളത്തെ എക്സാമും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് പോവുകയാണ്. അപ്പോൾ നമുക്കൊരു ചെറിയ അറ്റാച്ച്മെൻറ്റ് ഈ ഒരു കോളേജിനോടും ഇവിടുത്തെ ആൾക്കാരോടും ഒക്കെ നമുക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കായാലും ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡേയ്സ് ആയിരുന്നു ഇത്രയും ദിവസം. നമുക്ക് ഫുഡിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്തായാലും അടിപൊളിയായിരിക്കും. ഇനി അടുത്ത സെമ്മിന് വരാൻ പറ്റുമെങ്കിൽ നോക്കാം കേട്ടോ. അപ്പോൾ ബൈ.